ജീവിതത്തിൽ കടന്നു വന്ന വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ആളുകളെല്ലാം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സങ്കീർത്തനം പറയുന്നത്, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. വേട്ടയാടുന്നവൻ ഒരമ്പ ചെയ്തിട്ട് അവനെ അങ്ങ് വിടുവോ? വേട്ടയാടാനായിട്ട് കാട്ടിൽ കയറിയ ഒരു വേട്ടക്കാരൻ ഒരു മാൻ അങ്ങ് ദൂരെ നിൽക്കുന്നത് കണ്ടിട്ട് ഒരമ്പ് എയ്ത് സ്തോത്രം അവൻ എവിടെയെങ്കിലും ആ മാനിൻ്റെ എവിടെയെങ്കിലും തറച്ച് സ്തോത്രം അവനെ അങ്ങ് വിടുകയാണോ ചെയ്യുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന മാനിനെ കണ്ടാൽ അവൻ അമ്പെയ്യും, കൊണ്ടില്ല എങ്കിൽ അവൻ അടുത്ത അമ്പെയ്യും. ആ അമ്പ് എയ്തത് സ്തോത്രം ലക്ഷ്യസ്ഥാനത്ത് കൊള്ളാതെ അവൻ്റെ ഹൃദയത്തിലോ അതിൻ്റെ കഴുത്തിലോ തലയിലോ ഒക്കെ കൊള്ളാതിരുന്നാൽ മറ്റു ശരീരഭാഗങ്ങളിൽ അവൻ വേറെ ഏതെങ്കിലും കാലിലോ കയ്യിലോ ഒക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് ഓടും. സ്തോത്രം, ആ അമ്പുമായി ഈ മാൻ ഓടും. പക്ഷേ ഈ വേട്ടക്കാരൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വേട്ടക്കാരൻ ആ മാനിന്റെ പുറകെ ഓടും. സ്തോത്രം, ഈ അമ്പ് തറച്ചിരിക്കുന്നതായ ഈ മാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇട്ട അവനെ ഒന്നുകൂടെ ചെയ്യും. ഒരമ്പെയ്തതാ അമേശ്വത്രം, അത് പോരാ. സ്തോത്രം, അതിനെ വീഴ്ത്തേണ്ടതിന് വേണ്ടി ഒരമ്പ് കൂടെ ചെയ്യും. അത് ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് ആ ഹൃദയം തുളച്ച്, അമേൻ സ്തോത്രം, ശിരസ് തുളച്ച്, അമേൻ അതിൻ്റെ കഴുത്ത് തുളച്ച്, സ്തോത്രം, രക്തം വാർന്ന് മരിക്കത്തക്ക നിലയിൽ അമേൻ സ്തോത്രം ഈ മാനിനെ, വേട്ട മൃഗത്തെ പുറകെ ചെന്ന് പിന്തുടർന്ന് അമ്പെയ്ത് കൊന്നിട്ട് അവിടെ ഇട്ടിട്ട് പോരുവോ? സ്തോത്രം, ഹല്ലേലൂയ. വേട്ടക്കാരൻ അവിടെ ഇട്ടിട്ട് പോരത്തില്ല. അതിനുവേണ്ടിയല്ല വേട്ടക്കാരൻ വേട്ട ചെയ്തത്. അവൻ അതിനെ അമ്പെയ്തത്, അതിനെ കൊന്നത്. അവൻ അതിനെ തോളിലെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അവൻ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഇതൊക്കെ വലിയ ഭീകരമായിട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും ചിലർ വായിൽ വെള്ളം ഒഴിക്കും. കർത്താവേ, ഒരു മാനിനെയൊക്കെ വറുത്തടിക്കാൻ പൊരിച്ചടിക്കാന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഭീകരമായിട്ട്, ഈ നാഗാലാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിടുത്തെ ദൈവമക്കളുടെ ഇടയിൽ ഇതിനെ നമ്മൾ ഭീകരമായിട്ട് പറയുമ്പോഴത്തേക്കും, ഓ, അവന് നല്ല സൂപ്പർ ഒരു മാനിനെ കിട്ടിയെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമേശ്വരം, ഇന്ന് കുശാല, ഒരാഴ്ചത്തേക്ക് കുശാല, ഒരു മാസത്തേക്ക് കുശാല, അവരങ്ങനെ പറയും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അമേശ്വരം, ഞാൻ പറഞ്ഞു വരുന്നതിന് താല്പര്യം ഇതാണ്. ഒരു സ്തോത്രം, വേട്ടക്കാരൻ ഒരു വേട്ടമൃഗത്തെ കണ്ടെത്തി അതിനെ അമ്പെയ്ത് അത് വീഴുന്നത് വരെ, അത് മരിക്കുന്നത് വരെ അതിനെ പുറകെ പിന്തുടർന്ന് അതിനെ സ്തോത്രം ക്രൂരമായി സ്തോത്രം അതിനെ അമ്പെയ്ത് താഴെ ഇട്ട് പിന്നീട് അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കഷ്ണമായി കണ്ടം തുണ്ടമായി അതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് അതിൻ്റെ മാംസമെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പിന്നീട് അവൻ്റെ ചട്ടിക്കകത്തിട്ട് അവൻ വറുത്ത് കഴിക്കാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വേട്ട മൃഗത്തെ പോലെ ദാവീദിനെ വേട്ടയാടുന്ന ശത്രുക്കൾ. ഹല്ലേലൂയ. അമേശ്വരം, ദാവീദിനെ വേട്ടയാടി വേട്ടമൃഗത്തെ പോലെ ഇല്ലാതാക്കി കളയുവാൻ, അമേശ്വരം, അവനെ കൊന്ന് തിന്നുവാനുള്ള ആർത്തിയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ ഭീകരമായി ദാവീദിനെ പിന്തുടരുന്ന ശത്രുക്കൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, നമ്മെ പിന്തുടരുന്ന ശത്രു മണ്ഡലമുണ്ട്. ആ ശത്രു നമ്മെ പിന്തുടരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവൻ ഏത് വഴി പോകുമെന്ന് നോക്കി അവൻ്റെ പുറകെ പോകാനൊന്നുമല്ല. അവൻ പോകുന്ന വഴി കണ്ടെത്തി ആ വഴിയിലൂടെ പോയി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല പിശാച് പിന്തുടർന്ന് വരുന്നത്. പിശാച് നമ്മെ പിന്തുടരുന്നത് നമ്മെ അമ്പെയ്ത് താഴെ ഇടുവാനാ. നമ്മെ കൊന്ന് സ്തോത്രം അവൻ്റെ ആഗ്രഹം, അവന് തൃപ്തിയാകുന്നത് വരെ അമേശ്വരം നമ്മെ ഉപദ്രവിക്കേണ്ടതിന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രു നമ്മെ പിന്തുടരുന്നത് നമ്മെ ഇല്ലാതാക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ നശിപ്പിച്ച് അവന് തൃപ്തി വരുവാൻ. ഹല്ലേലൂയ. എന്നാൽ പിശാചിന് തൃപ്തി വരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാരെ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ നന്മയാൽ തൃപ്തി വരുത്തുന്നവനാ. നമ്മെ കർത്താവ് തൃപ്തരാക്കി നടത്തും. ഹല്ലേലൂയ. ശക്തന്മാരുടെ ഭോജനം നൽകി, സ്വർഗീയ നന്മകളെ നൽകി, വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നൽകി, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ നൽകി. നമ്മുടെ കർത്താവ് നമ്മെ തൃപ്തരാക്കി നടത്തും. നമ്മെ കൊന്നു തിന്നുവാൻ നമ്മുടെ പുറകെ പിന്തുടർന്ന് കൂടിയിരിക്കുന്ന പിശാചിന് തൃപ്തി വരാൻ കർത്താവ് സമ്മതിക്കുകയില്ല. വചനം പറയുന്നത് എങ്ങനെയാ? ദുഷ്ടന്റെ ആശ നശിച്ചു പോകും.
ഹല്ലേലൂയ. അവൻ സ്തോത്രം ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിപ്പോകും. അവൻ ഒരു വഴിയായി നമ്മളെ പിന്തുടരുന്ന പിശാചുണ്ടല്ലോ, അവൻ നമ്മുടെ അടുക്കൽ വരുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അവന്റെ വഴിയിൽ അവൻ കർത്താവ് ഒരു ചിതറുന്ന അനുഭവം പകരും. അവൻ 7 വഴിയായി പിശാച് ചിതറിപ്പോകട്ടെ. ആത്മാവിൽ ആ ദൂതം ഏറ്റെടുത്താട്ടെ. അമ്മ ശക്തമായ ദൈവസന്നിധിയിൽ കരങ്ങളെ തട്ടി ആത്മാവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. ഓ റിഖാര ഷൈഡ രാധ രാധന ജുഡബര ബരബര ഷൈഡഗ രഗന ത രഗന രഗദ റിബല ബലബ ഭൗഷ രഗന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ എല്ലാ ശത്രുവിന്റെ പോരുകളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. അവൻ പിന്തുടരുന്ന പൈശാചിക മണ്ഡലങ്ങൾ, അവൻ ഒരു വഴിയായി കടന്നു വരുന്ന പൈശാചിക പോരുകൾ വേട്ടയാടി നശിപ്പിച്ചു കളയുവാൻ പിന്തുടരുന്നതായ പൈശാചിക പോരുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ അവൻ ചിതറിപ്പോകുവാൻ കൽപ്പിക്കുകയാണ്. വേട്ടയാടുന്ന ആളുകൾ കടന്നു വന്നപ്പോൾ ദാവീദ് പറയുക, കർത്താവ് ഞാൻ നിന്നെ ശരണം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ദാവീദ്, അവൻ മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, 48-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. നമുക്ക് വഴിയറിയാത്ത കാടുകളിലൂടെ, മേടുകളിലൂടെ, മുള്ളുകൾ നിറഞ്ഞതായ വഴികളിലൂടെ ഒക്കെ നാം സഞ്ചരിക്കുമ്പോൾ അവൻ ഈ വഴിയിൽ നമ്മെ വഴി നടത്തുന്ന, ജീവപര്യന്തം വഴി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വഴിയറിയാതെ നിൽക്കുമ്പോഴും അവൻ വഴി ദുർഘടമായതുകൊണ്ട് നാം ഒരല്പം സ്ലോയിൽ സഞ്ചരിക്കുമ്പോഴും അവൻ സ്തോത്രം ശത്രുവിന് എളുപ്പമാണ് നമ്മെ പിന്തുടരുവാനും, നമ്മെ സ്തോത്രം കൊന്നു തള്ളുവാനും, നമ്മെ നശിപ്പിക്കുവാനും. പക്ഷേ അവൻ അതിന് കർത്താവ് സമ്മതിക്കുകയില്ല. ജീവപര്യന്തം നമ്മെ വഴി നടത്തുന്ന വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട്. Praise the Lord. Hallelujah. ജീവപര്യന്തം. Praise the Lord. ചില സമയത്തേക്കല്ല, കുറച്ച് നാളത്തേക്കല്ല, അമേൻ, ജീവപര്യന്തം നമ്മെ വഴി നടത്തുന്ന നല്ല കർത്താവ്. അമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. Praise the Lord. പൗലോസ് പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. Praise the Lord. ഹല്ലേലൂയ. ഈ പിശാച് നമ്മെ പിന്തുടരുമ്പോഴും സ്തോത്രം, പിശാചിന് കർത്താവ് ഒരു ബൗണ്ടറി വെച്ചിരിക്കുക, ഒരു ലിമിറ്റ് വെച്ചിരിക്കുക. അതിനപ്പുറം ചെയ്യാനായിട്ട് കർത്താവ് സമ്മതിക്കത്തില്ല. അവിടെ നമ്മൾ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉദാഹരണമായി നമുക്ക് ഇയ്യോബിന്റെ ജീവിതത്തെ എടുത്ത് കാണാം. പിശാച് ദൈവസന്നിധിയിൽ ചെന്നപ്പോഴത്തേക്കും അമേൻ, പിശാച് ദൈവത്തോട് ചോദിക്കുകയും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട്. അപ്പം ബൗണ്ടറി ആരാ സെറ്റ് ചെയ്തിരിക്കുന്നത്? അമേൻ, ഒരു ദൈവ പൈതലിൻ്റെ അമേൻ സുരക്ഷ ദൈവം നിശ്ചയിച്ചിരിക്കുകയാ. പിശാചിന് എവിടെ വരെ കയറി ചെല്ലാം. അമേൻ. ഹല്ലേലൂയ. പരീക്ഷകന്, പരിശോധകന് അമേൻ എവിടെ വരെ ചെല്ലാം എന്ന് കർത്താവ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ക്രോസ് ചെയ്ത് വരാൻ അവന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. ജീവപര്യന്തം നമ്മെ വഴി നടത്തുന്ന ദൈവമാ. താഴേക്ക് വായിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ കാണുന്നത്? നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കർത്താവ് ഇങ്ങ് തരുമ്പോൾ അമേൻ, ആ പ്രതികൂലത്തെ സഹിപ്പാൻ കഴിയുമോ എന്ന് നമ്മുടെ കഴിവിനെ, നമ്മുടെ ശക്തിയെ, നമ്മുടെ ആത്മീക സ്ഥിതിയെ പരിശോധിച്ച് നോക്കിയിട്ട് കർത്താവ് തരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് വേണ്ടി എന്നോട് പെർമിഷൻ ചോദിച്ചു, അനുവാദം ചോദിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ അവനെ അനുവദിച്ചില്ല.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സാത്താൻ പാറ്റേണ്ടതിന് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ വിശ്വാസം പോയി പോകുമെന്ന് അറിയാവുന്ന കർത്താവ് ആമേൻ പത്രോസിന്റെ അടുക്കലേക്ക് വരാനായിട്ട് പിശാചിനെ സമ്മതിച്ചില്ല. പക്ഷേ ഇയ്യോബിന്റെ ജീവിതത്തിനകത്തേക്ക് കയറാൻ പിശാചിന് കർത്താവ് അവസരം കൊടുത്തു. കാരണം പത്രോസിനേക്കാൾ കോൺഫിഡൻസ് കർത്താവിന് ഇയ്യോബിനകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ കർത്താവിന് നമ്മെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പ്രതികൂലം കർത്താവ് അളവ് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും, തോത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. തീച്ചൂളയുടെ ആമേൻ സ്തോത്രം, തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടാ സ്തോത്രം ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ ആ തീക്കകത്തേക്ക് ഇട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോരുത്തരുടെയും വിശ്വാസത്തെ, ഓരോരുത്തരുടെയും ദൈവത്തിലുള്ള ആശ്രയത്തെ, ആമേൻ നമ്മുടേതായിട്ടുള്ള ആത്മീക നിലവാരത്തെ, സ്ഥിതിയെ മനസ്സിലാക്കി കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് പ്രതികൂലങ്ങളെ നൽകിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ടാണോ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ആ വിശ്വാസം പ്രാപിച്ചത്? ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചത്, ആമേൻ സ്തോത്രം, തീയുടെ ശക്തി സാധാരണ നോർമൽ സ്റ്റേജിൽ ഇരുന്ന അനുഭവത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാകാം, സെക്കൻഡ് സ്റ്റേജിൽ കടന്നു പോയിട്ടുണ്ടാകാം, തേർഡ് സ്റ്റേജിൽ കടന്നു പോയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. അങ്ങനെ 7 സ്റ്റേജിൽ ആമേൻ അവരവിടെ ചെന്ന് നിൽക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതലേ, അവരുടെ ആത്മീക ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ, ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ ആരംഭം മുതലേ ദൈവം അവരെ ടെസ്റ്റ് ചെയ്ത്, പരിശോധിച്ച്, ശോധനയിലൂടെ, തീയുടെ അനുഭവങ്ങളിലൂടെ, ആമേൻ പലവിധമായ പ്രതികൂലങ്ങളിലൂടെ കടത്തിവിട്ട് അവരുടെ വിശ്വാസത്തെ കർത്താവ് ഒന്ന് റിഫൈൻ ചെയ്തെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം കർത്താവ് ആമേൻ ആ തീച്ചൂളയുടെ നടുവിലേക്ക് അവർ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ ആമേൻ നാം ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ, ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് ആമേൻ ജയിച്ച് അതിനെ കീഴടക്കി അപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ മുമ്പേ ഉണ്ടായിരുന്ന ആളല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരും. നമ്മുടെ ആത്മീക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ആമേൻ നാം ഒന്നുകൂടെ ബലപ്പെടുവാനായിട്ടിടയായിത്തീരും. ആമേൻ കർത്താവിലുള്ള ആശ്രയം ഒന്നുകൂടെ വർദ്ധിച്ചു വരുവാൻ, കർത്താവിൽ ശരണം പ്രാപിക്കുന്നത്, അഭയം പ്രാപിക്കുന്നത് ഒന്നുകൂടെ ആഴമായി തീരുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ഒരിക്കലും നൽകുകയില്ല. പരീക്ഷ നേരിടുവാൻ, നമ്മുടെ കഴിവിന് മീതെ, കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, ഹല്ലേലൂയ, പരീക്ഷയോടുകൂടെ പോക്കുവഴി കർത്താവ് നമുക്ക് നൽകുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദാവീദ് മറ്റൊരു സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുക, ആമേൻ 57-ാമത്തെ സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. അവിടെ താൻ പറയുന്നത് 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: എൻ്റെ ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, പ്രൈസ് ദി ലോർഡ്, ചേർന്ന് പറഞ്ഞേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ജീവിതത്തിലുള്ള ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളോട് ആമേൻ ഞാനൊരു വാക്യം പറയാനായിട്ടിടയായിത്തീരുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണം പ്രാപിക്കുക. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എപ്പോരെ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുവോളം, പ്രതിസന്ധികളെല്ലാം തീരുവോളം, ഹല്ലേലൂയ, അത് മാറിയിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ അത് നാം കർത്താവിനോട് ചേരുമ്പോഴാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഈ ലോകമാവുന്ന മഹാസാഗരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ നൗകയിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കും, തിരമാല ഉയർന്നുകൊണ്ടിരിക്കും. ശാന്തമായ തുറമുഖം എവിടെ കിട്ടും? ആ തുറമുഖത്തെത്തുമ്പോൾ. ശാന്തമായ അനുഭവം എവിടെ കിട്ടും? ശാന്ത തുറമുഖത്ത് എത്തുമ്പോൾ മാത്രം. പ്രൈസ് ദി ലോർഡ്. അതുവരെ ആമേൻ ഈ നൗക ആടി മുലഞ്ഞും ഒഴുകിയും എല്ലാം നടക്കും, കാറ്റടിക്കും, പേമാരി പെയ്യും, ആമേൻ തിരമാല ഉയരും. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ നാം നമ്മുടെ കർത്താവിൽ ശരണം പ്രാപിക്കുന്നവരായി തീരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്ന ആരെയാ?
57 2 വാക്യത്തിൽ ദാവീദ് പറയുകയാ, ആമേൻ, അത്യുന്നതനായ ദൈവത്തെ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആമേൻ. നമുക്ക് വേണ്ടി സകലവും ചെയ്തു തരുന്ന നമ്മുടെ കർത്താവിൽ നമുക്ക് വിശ്വസിച്ച്, ആമേൻ, അവൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇതിനോട് ചേർന്ന് ഒരു ഭാഗം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു രാജാവിനെ കുറിച്ചാണ്. 2 ദിനവൃത്താന്തങ്ങൾ പുസ്തകം 16 അധ്യായം അതിൻ്റെ 7 വാക്യം മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ് അതിൻ്റെ ആസ്പദമായിട്ട് വരുന്ന വേദ പശ്ചാത്തലം. 2 ദിനവൃത്താന്തങ്ങൾ 16 അധ്യായം 7 വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹനാനി പ്രവാചകൻ, ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ കടന്നു വന്നു. എന്നിട്ട് സ്തോത്രം, അവനോടൊരു ദൂത് പറയുക. രാജാവാണെന്നുള്ള ആമേൻ ആ ഒരു പരിഗണനയൊന്നും കൊടുക്കാതെ ശക്തമായ ഒരു ദൂത, ഒരു ആലോചനയാണ്, ഒരു പ്രവചനമാണ് വിളിച്ചു പറയുന്നത്. നീ ഇപ്പോൾ ചെയ്ത കാര്യം ഭോഷത്വമാണ്. അതിൻ്റെ 8 വാക്യത്തിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം താൻ പറഞ്ഞിട്ടുണ്ട്, നീ യഹോവയിൽ, സ്തോത്രം, ഇതില 9 വാക്യത്തിൽ, ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. രാജാവെ, നീ ഭോഷത്വം ചെയ്തെന്ന്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ധൈര്യമൊക്കെ കാണുമ്പോഴത്തേക്കും സഹോദരൻ, അവരെയൊക്കെ എന്ത് പറയണ്ടേ, നമിക്കണം. ഹല്ലേലൂയ. രാജാവാണെന്നുള്ള പരിഗണനയൊന്നുമില്ല. ചെന്ന കൊട്ടാരത്തിൽ കയറി, രാജദർബാറിൽ കയറി, സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനോട് ആമേൻ നീ ഭോഷത്വം പ്രവർത്തിച്ചെന്ന് പറയുവാനുള്ള ആർജവം, ധൈര്യം അന്നത്തെ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വരും വരാഴികകളെ കുറിച്ച് ആമേൻ അവർക്കൊരു പ്രശ്നമേ അല്ല, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതേ ഇല്ല. ഈ പ്രവാചകൻ എന്ത് പറ്റിയെന്നറിയാമോ? 10 വാക്യം താഴേക്ക് വായിക്കുമ്പോഴത്തേക്കും, ആസാ ദർശകനോട് ക്രുദ്ധിച്ചു അവനെ കാരാഗൃഹത്തിലാക്കിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദൂതേ പറഞ്ഞുള്ളൂ. ആ ദൂതിൻ്റെ സ്തോത്രം കൈമടക്ക് കിട്ടിയത് എവിടെ വെച്ചാ? ഹല്ലേലൂയ. അവൻ ഇന്നത്തെ പ്രവാചകന്മാരെ പോലെയല്ല. അവൻ അന്നത്തെ പ്രവാചകന്മാർക്ക് കിട്ടിയ പ്രതിഫലം, കാരാഗൃഹം, ചാട്ടവാറടി, പൊട്ടക്കുഴി, അവൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന അനുഭവം. ഹല്ലേലൂയ. അവൻ സിംഹത്തിനോട് കൂടെയുള്ള സഹവാസം, ഇതൊക്കെ അവർക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹനാനി പ്രവാചകനെ കാരാഗൃഹത്തിൽ അടച്ചു. ആര്? രാജാവ്. എന്താ കാര്യം? രാജാവിനോട് ദൈവത്തിൻ്റെ ആലോചനയെ വിളിച്ചു പറഞ്ഞു. എന്താ ആലോചന വിളിച്ചു പറഞ്ഞത്? നീ ചെയ്തത് ഭോഷത്വമാ. എന്താ അവൻ ചെയ്ത ഭോഷത്വം? അവിടെ പറയുകയാ, നീ യഹോവയിൽ ആശ്രയിക്കാതെ ആരിൽ ആശ്രയിച്ചു? അരാം രാജാവിൽ ആശ്രയിച്ചു. 7 വാക്യത്തിൽ, അരാം രാജാവിൽ ആശ്രയിച്ചത് കൊണ്ട് അരാം രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് അവൻ തെറ്റിപ്പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 8 വാക്യത്തിൽ അവനോട് പറയുക, നിന്റെ മുമ്പിൽ മുൻപ് വന്ന കൂശ്യരും ലൂഭ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടെ വന്ന ഒരു മഹാസൈന്യമായിരുന്നില്ലേ? ഇവന് മുൻപിൽ നിന്റെ അടുക്കൽ വന്നതായ, നിന്നെ യുദ്ധത്തിന് വിളിച്ചതായ കൂശ്യരും ലൂഭ്യരും അമേൻ വളരെ ശക്തമായ മഹാസൈന്യവുമായി, അമേൻ രഥങ്ങളുമായി, അമേൻ കുതിരച്ചേവകരുമായി നിനക്കെതിരെ യുദ്ധത്തിൽ അമേൻ സ്വതന്ത്രം പോര് വിളിച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ അന്ന് നീ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് അവരുടെ മുൻപിൽ നീ തോറ്റുപോകാൻ ഇടയായി തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുൻപിൽ നീ മുട്ടുമടക്കുവാൻ, നീ അടിയറവ് പറയുവാൻ കർത്താവ് സമ്മതിച്ചില്ല. അന്ന് നിനക്ക് ജയം തന്നില്ലേ? പക്ഷെ ഇപ്പോൾ നീ ചെയ്തത് ഭോഷത്വമാ. എന്താ ചെയ്തത്? സ്തോത്രം.
അരാൻ രാജാവിൽ ആശ്രയിപ്പാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നതിന് പകരമായി ആമേൻ രാജാവിലും മറ്റ് ആമേൻ രാജാവിൻ്റെ സൈന്യത്തിലും ഒക്കെ ആശ്രയിക്കുന്ന ആമേൻ ആസ രാജാവിന് പ്രൈസ് ദി ലോർഡ് പിന്നീട് ഒരു വൻ പരാജയം നേരിടേണ്ടതായി വന്നു. അത് മാത്രമല്ല, ഹല്ലേലൂയ, അവൻ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ട്, ദൂതന് മുൻപിൽ കീഴ്പ്പെടാഞ്ഞതുകൊണ്ട്, മടങ്ങി വരാഞ്ഞതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കോപം വരികയും അവൻ്റെ ആമേൻ സ്തോത്രം ആയുഷ്കാലം പെട്ടെന്ന്